നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വാലന്റൈൻസ് ഡേ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോണത്. വാലന്റൈൻസ് ഡേ പുഡിംഗ് വളരെ എളുപ്പത്തിൽ രണ്ട് സ്റ്റേജിൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആദ്യം വേണ്ടത് ഇങ്ങനെ ഉള്ള സ്ട്രോബെറി ജെല്ലി ഏതഞ്ച എടുക്കുക. എന്നിട്ട് ആസ് പെർ ഇൻസ്ട്രക്ഷൻ പോകുന്നതിന് പകരം നമുക്ക് അതിന്റെ ജെല്ലി കുറച്ച് നല്ല രീതിയിൽ വേണം, അതായത് കുറച്ച് ഫേം ആയിട്ട് വേണമെന്ന് ചുരുക്കം. ഇതിലത്തെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെല്ലി ഇങ്ങനെ പളപ്പളപ്പളോന്ന് വെറുതെ ഇങ്ങനെ ലൈറ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണമെന്ന് ചുരുക്കം. അപ്പോൾ ഒരു പാക്കറ്റ് സ്ട്രോബെറിയുടെ ജെല്ലിയുടെ ഇതെടുത്തു. ചുടുവെള്ളം കൂടുതലും പച്ചവെള്ളം കമ്മിയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 2 കപ്പ് ചുടുവെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ജെല്ലിയുടെ ഇത് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ആസ് പെർ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് 237 ml 2 വെള്ളവും, അതായത് ചുടുവെള്ളവും പച്ചവെള്ളവും 237 ml ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. 2 കപ്പ് ചുടുവെള്ളം ആൻഡ് 1/2 കപ്പ് പച്ചവെള്ളം. അപ്പൊ എന്താവും, നമ്മുടെ ജെല്ലിക്ക് ഹാർഡ്നെസ് കൂടും. ഹാർഡ്നെസ് കൂടുന്നത് എന്തിനാണെന്നറിയോ? നമുക്കിങ്ങനെ പുഡിങ്ങിന്റെ ഇടയിൽ കടിക്കാൻ കിട്ടണ്ടേ, കടുക്കടുക്കടുക്കുന്നു, അതിന് വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തു, എല്ലാം അലിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു പ്ലേറ്റില് ഇതിനെ ഒഴിക്കുക. ഇത് അങ്ങോട്ട് സെറ്റ് ആവാൻ വെക്കണം. ഇതാണ് ആദ്യത്തെ പ്രോസസ്. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിപ്പോ ചൂടുണ്ട്, ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ചൊവ്വരി, 1 ഗ്ലാസ് ചൊവ്വരി നമ്മൾ വേവിച്ച് എടുക്കും. ഓക്കെ, അതാണ് അടുത്തത്. ഇതിപ്പോ സെറ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ്. പുഡിങ്ങിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ചൊവ്വരി നമ്മൾക്ക് വേവിക്കണം. ഓക്കെ, പിന്നെ ലൈറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കണം. ഇപ്പോ കറക്റ്റ് ലൈറ്റ് ആണ്, റിസപ്ഷന് നിൽക്കണ പോലെ ഉണ്ട് ഞാൻ. ശരിട്ടുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പോളം ഉള്ള ചൊവ്വരിയാണ്. ഇത് കുതിർത്ത് വെക്കുകയെ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കും. 1 കപ്പ് ചൊവ്വരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ വേവിക്കാൻ വെക്കുകയാണ്. എക്സാക്ട്ലി 3 കപ്പ് വെള്ളം ഞാൻ ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഒന്നും കാണാത്ത പോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ ആവുന്നവരേക്കും നമ്മൾ ഇത് ചെയ്യും. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ വാർക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇത് കത്തിച്ചിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല, അത് കഴിഞ്ഞ് ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ചൊവ്വരി നോക്കൂ, നന്നായിട്ട് തിളക്കിണ്ട്. കൊഴുന്നുള്ള വെള്ളാണ് ആയിരിക്കണത്. ഇനി ആയിട്ടില്ല, നന്നായിട്ട് ആവാനുണ്ട്. ഈ സമയത്ത് നമ്മള് കളർ ആഡ് ചെയ്യും. ഇത് ഓപ്ഷണൽ ആണ്. ബിക്കോസ് ആ ഒരു പുഡിങ്ങിന് ഒരു നല്ലൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വെള്ളം നമ്മൾ അരിച്ച് കളയും, പക്ഷെ ആ ഒരു ലൈറ്റ് കളർ അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ യെല്ലോ ഫുഡ് കളർ യൂസ് ചെയ്യാണ്. കുറച്ച് നല്ലോണം യൂസ് ചെയ്താലേ ആ വെള്ളം അങ്ങോട്ട് നമ്മൾ ഒഴിച്ച് കളഞ്ഞാലും ഈ എന്താണ് പറയാ, ചൊവ്വരിയില് ആ മഞ്ഞ കളർ ലേശം ഒരു ലൈറ്റ് മഞ്ഞ കിട്ടുള്ളൂ. ഇപ്പൊ ശരിക്കും നല്ല മഞ്ഞ കളർ ഉണ്ട്. ഇനി ഇതായിട്ടില്ല, ആവാനുണ്ട്, വെന്തിട്ടില്ല, ആവട്ടെ. ഞാൻ ജസ്റ്റ് കളർ ആഡ് ചെയ്തു എന്ന് മാത്രം. ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടുള്ളൂ, എന്നിട്ട് കളർ ആഡ് ചെയ്യാണ്ടിരിക്കാം, നോ ഇഷ്യൂസ്. ഇപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ കടിക്കാൻ ഉള്ള രീതിയിൽ കിട്ടും. ഇനി ഞാൻ ഇതിനെ
കംപ്ലീറ്റ് ആയിട്ട് വാർക്കാൻ പോവാണ്. വാർത്തിട്ട് 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ ഇതിനെ കാണിച്ച് ഒന്ന് നന്നായിട്ട് ഒലുമ്പി കറക്റ്റായിട്ട് എടുക്കും. ഓക്കെ, എന്നതിന് ശേഷം പിന്നെ ബാക്കി പ്രോസസ്സ് നമുക്ക് ചെയ്യാം. ഓഫ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡാർക്കായിട്ട് മഞ്ഞ കളർ ഇട്ടാലേ ഈ ഇളം മഞ്ഞ കളർ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ മഞ്ഞയായി, പച്ചയായി, ഇനി ചോപ്പായി, മൊത്തം ലൈറ്റ് അടിച്ചിട്ടേ കണ്ണില്. അപ്പൊ ഇനി ജെല്ലിയാണ്, നമുക്കിത് കട്ട് ചെയ്യാം. ഒരുപാട് ഇതൊന്നും വേണ്ട, നമുക്ക് കറബറോന്ന് മതി, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, ഓൾ കറബറാസ്. ഇനി ഇത് കണ്ടോ, നല്ല രസമുണ്ട്. നമുക്കിനി എല്ലാം കൂടിയിട്ട് ഒരു ബൗളിൽ മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പോ എന്താ ഉണ്ടായെന്നറിയോ? ക്യാമറ ഓൺ ചെയ്യാണ്ട് ഞാൻ വിഭവം അങ്ങോട്ട് ഉണ്ടാക്കി. ചുരുക്കം പറഞ്ഞപ്പോ അതാ ഉണ്ടായേ. ഷോ, എനിക്ക് വയ്യ. അപ്പോ വീണ്ടും ക്ഷമിക്കുക. കൈ തട്ടിയിട്ട് ക്യാമറ ഓഫായ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കണത് എന്താന്ന് വെച്ചാല്, ആ ജെല്ലിനെ ഞാൻ എടുത്ത് ബൗളിലിട്ടിട്ടുണ്ട്. ആ എന്താണ് ചൊവ്വരീനെ, വേവിച്ച ചൊവ്വരീനെയും ബൗളിലിട്ടിട്ടുണ്ട്. 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിരിക്കുകയാണ്. ഇതൊരു പുഡിംഗ് എന്ന് പറയുമെങ്കിലും കുറച്ച് ഫലൂഡ പോലെ കഴിക്കാനും കുടിക്കാനും എല്ലാ സ്റ്റൈലിലുള്ള ഒന്നാണ്. ഇതൊക്കെ ഞാൻ അതിൽ പറഞ്ഞല്ലോ. പൊട്ടിയെപ്പോലെ നിന്നിങ്ങനെ സംസാരിച്ചിരിക്കുക. ഇപ്പുറത്ത് നോക്കിയിട്ട് തന്നെ ഇല്ല എന്താ സംഭവിക്കണേന്ന്. എന്താ ശിവനേ, എനിക്ക് വയ്യ. ഓരോ പ്രശ്നങ്ങള്. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം. ഇനി ഇതിനെ നമ്മള് കൂൾ ചെയ്യാൻ വെക്കുകയാണ്. നന്നായിട്ട് കൂൾ ചെയ്യണം. നന്നായിട്ട് കൂൾ ചെയ്ത് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓഫ് ചെയ്ത ക്യാമറയിൽ ഞാൻ 4 വട്ടം ടേസ്റ്റ് ചെയ്തു. ഇനി ഓൺ ചെയ്ത ക്യാമറയിൽ ടേസ്റ്റ് ചെയ്യട്ടെ. അത്രയ്ക്ക് രുചിയാണ് ആ കോമ്പിനേഷൻ. ബിക്കോസ് ആ കണ്ടൻസ് മിൽക്കും ആ ജെല്ലിയും ആ കളറും ആ ചൊവ്വരിയും എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾക്കിത് തണുക്കാൻ വെക്കണം. അപ്പൊ കുറച്ച് കൊഴുക്കും ഇത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെങ്കിലും റെക്കോർഡായോ തമ്പുരാനെ? ആയിണ്ട്. ഞാനില്ലേ ഇത് ഏകദേശം ഓവർനൈറ്റ് വെച്ചു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അതാണ് അതിന്റെ ശരിയും. പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പോ നേരത്തെ കണ്ടതിന്ന് നന്നായിട്ട് തിക്കായിരിക്കണുണ്ടോ? ഞാൻ അതാ പറഞ്ഞ നല്ലോണം കൊഴുക്കും എന്ന്. ഓക്കെ, ആൻഡ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെച്ചതിനെക്കാട്ടിലും രുചി കൂടിയിരിക്കുകയാണ് ഇപ്പോ. സെർവ് ചെയ്യട്ടെ. സൂപ്പർബ്. ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടാവും. ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ ആരെങ്കിലും വരണു എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങള് ഇത് വേവിച്ചൊന്ന് വെക്കുക, ജെല്ലി ഒന്ന് ഉണ്ടാക്കി വെക്കുക. നോക്ക, സോ 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 യം. അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഇത് ഉണ്ടാക്കുക, സെർവ് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടാവും. ഓക്കെ, അപ്പോൾ നീറ്റായിട്ട് ഞാനൊന്ന് പ്രസന്റ് ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസ് വിനീസ് കിച്ചൺ യൂട്യൂബിൽ ഇനിയും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. Till then, take care and bye bye.